അങ്ങനെ കാലിന് സുഖമില്ലാതെ രേവതി കിടക്കാണല്ലോ. രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയുടെ വണ്ടി ഓടിക്കാൻ പോയിക്കോ, ഞാൻ ബാക്കി നോക്കിക്കോളാം, ഇവിടെ അച്ഛനുണ്ടല്ലോ അത് മതിയെന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, ഞാനെങ്കിൽ എൻ്റെ അച്ഛമ്മേനെ വിളിച്ചു വരുത്തിയാലോ, അതായിരിക്കും നല്ലത്. നിന്നെ ഇട്ടിട്ട് പോകാൻ എനിക്ക് യാതൊരു മനസ്സുമില്ല. കാരണം എൻ്റെ അമ്മ രാക്ഷസിയാണെന്ന് എനിക്കറിയാം. നിന്നെ ഇട്ട് വേദനിപ്പിക്കും. അത് മാത്രമല്ല ഇനി ജോലിയൊക്കെ കൂടി എല്ലാം കൂടി വരികയാണല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ പതിയെ താഴെ പോയിട്ട് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ചരിഞ്ഞു കൊടുക്കുമോ, കറിയൊക്കെ വെക്കാൻ സഹായിക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മിണ്ടാതെ അവിടെ ഇരുന്നോ, ഇത്രയും കാലം നീ ഒറ്റ എടുത്തിയല്ലേ എല്ലാവർക്കും വെച്ച് വിളമ്പി ഈ വീട് മുഴുവനും നോക്കിയത്, അതുപോലെ തന്നെ വേണമെങ്കിൽ ബാക്കിയുള്ളവർ നോക്കിക്കോളും, ഇനി ഇവിടുന്ന് അനങ്ങി പോയേക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ ഇവിടെ അനങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം ഞാൻ പറയണ്ടല്ലോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. സച്ചി പറയാണ്, എന്തായാലും ഞാൻ പോവാണ്, ഞാൻ എന്തായാലും ഓടത്തിന് പോവാം, എനിക്ക് തീരെ മനസ്സൊന്നുമില്ല, പിന്നെ നീ പറഞ്ഞതുകൊണ്ടാ ഞാൻ ലോങ് ഡ്രൈവ് ഒന്നും പിടിക്കുന്നില്ല, നേരത്തെ തന്നെ വരാട്ടോ എന്നും പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവായിരിക്കും. അങ്ങനെ അവിടുന്ന് ഇറങ്ങാൻ നേരം അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ അമ്മയുടെ സ്വഭാവം അച്ഛനറിയാലോ, അവളവിടെ കിടന്ന് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് അച്ഛനറിയാലോ, ആ മുറിവ് ഉണങ്ങില്ല, ആ എല്ലൊന്ന് അവളുടെ കാലിൻ്റെ ഫ്രാക്ചറും സെറ്റാവണമെങ്കിൽ അവർ പറഞ്ഞതുപോലെ തന്നെ അനങ്ങാതെ റെസ്റ്റ് എടുക്കണം. അവളെ കുളിക്കാനൊക്കെ ഞാനിപ്പോൾ സഹായിച്ചതേ ഉള്ളൂ, അവളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിയാൽ മതി, വൈകിട്ടാകുമ്പോഴേക്കും ഞാനിങ്ങെത്തും, ഉച്ചയ്ക്ക് അച്ഛൻ ആഹാരം ഒന്ന് കൊടുക്കണം, അമ്മ എന്തായാലും കൊടുക്കില്ലെന്ന് ഉറപ്പാ. അത് മാത്രമല്ല അമ്മ പോയിട്ട് അവളെ വഴക്കുണ്ടാക്കാതെയും കുത്തുവാക്ക് പറയാതെയും കൂടി അച്ഛനൊന്ന് നോക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊള്ളാടാ, നീ വിഷമിക്കാതെ പോയിട്ട് വാ, നീ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ആണെങ്കിൽ അവിടുന്ന് പോവാണ്. ചന്ദ്ര തിരിച്ചു വന്നതിന് ശേഷമുള്ള എപ്പിസോഡാണ് കേട്ടോ ഇത്. പോയിട്ട് രേവതി നോക്കുമ്പം അവൾ നല്ല ഉറക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഹാളിലേക്ക് വന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അല്ല എല്ലാവരുടെ ഉദ്ദേശം എന്താ? അവനാണെങ്കിലോ അവളുടെ ഭാര്യനെ കൊണ്ടുപോയി സേഫായിട്ട് ഒരു മുറിയിൽ വാക്കിയിട്ട് അവനങ്ങ് പോയി, ബാക്കി ജോലിയൊക്കെ ആര് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാ. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല കാല് ചെയ്യാത്ത അവളെന്നെ ജോലി ചെയ്യണമെന്നോ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ എല്ലാം കൂടി ആര് ചെയ്യുന്നായി പറഞ്ഞത്? അല്ല ചന്ദ്രേ, രേവതിയോട് വരുന്നതിന് മുമ്പ് ഈ ജോലിയെല്ലാം ആരാ ചെയ്തോണ്ടിരുന്നേ? നീ തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നേ, പിന്നെ നിനക്ക് ഇപ്പൊ എന്താ പ്രത്യേകത? എനിക്കിപ്പോ വയ്യ, നിങ്ങൾക്കറിയാലോ പണ്ടത്തെ പോലെയല്ല, പണ്ടേ നമ്മള് അച്ഛനും അമ്മയും 3 മക്കളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അവരുടെ 3 ഭാര്യമാരും കൂടി ഉണ്ട്, അവർക്കും കൂടി വെച്ച് വിളമ്പണ്ടേ, ഈ വീടും പരിസരം എല്ലാം വൃത്തിയാക്കണമെങ്കിൽ തന്നെ എത്ര നേരം വേണമെന്നാ, എനിക്കെങ്ങും വയ്യ, എനിക്കിത്ര പ്രായമായി എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയാണ്, അത് നീയേ ഇപ്പോഴല്ല പറയേണ്ടത്, നിന്റെ മറ്റു 2 മരുമക്കൾ ഉണ്ടായിരുന്നല്ലോ, അവർ പോകാൻ നേരത്തായിരുന്നു പറയേണ്ടത്. അല്ല അവർ ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ചു വരുന്നവരല്ലേ, അവരോട് ഞാൻ അങ്ങനെ പറയും. അപ്പൊ നിന്റെ മറ്റു 2 മരുമക്കളും ജോലി ചെയ്ത് ക്ഷീണിച്ചാ വരുന്നത്, രേവതി മാത്രം ഇത്രയും കാലം ജോലി ചെയ്ത് പുറത്തുപോയി കറങ്ങിയടിച്ചിട്ട് വരുമായിരുന്നല്ലോ അല്ലേ? പാവം ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത്, എന്നിട്ട് അവക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടോ നോക്കിക്കേ, ഇങ്ങനെ മനസാക്ഷിയില്ലാതാവരുത്. നിന്റെ ബാക്കി 2 മരുമക്കൾ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിലേ തനിയെ ജോലി ചെയ്യണം. അത് മാത്രല്ല ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, മീനും കൊണ്ട് തന്നു, അതും കറി വെച്ച് തോരനും വെച്ച് മോരും കാച്ചി ഉച്ചയ്ക്ക് 1 മണിയാകുമ്പം ഇവിടെ ഫുഡ് റെഡി ആയിരിക്കണം, എനിക്ക് രേവതി മോക്ക് കൊടുക്കാനാ. രേവതി മോള്, അവക്ക് എന്താ സുഖം, അവള് സുഖിച്ചങ്ങ് കിടക്കാണല്ലോ കട്ടിലെ നീണ്ടു നൂർന്ന് എന്ന് പറയുന്നുണ്ട്. അവള് കാരണം എൻ്റെ ശ്രുതിമോളും സുതിമോനും ഇപ്പൊ വെളിയിലാ കിടക്കുന്നത്, അവൾ ഒറ്റയൊരുത്തി കാരണമാണ് എന്ന് പറയുമ്പം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ അവൾ ഒറ്റയൊരുത്തി കാരണമാണ്, അവൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കാണ്. എന്ത് ചെയ്തെന്നോ? അവളല്ലേ ഇപ്പോ അവന്റെ മുറി കൈയടക്കിയിരിക്കുന്നത്. 6 മുറി ആര് കൈയടക്കിയെന്നായി പറയുന്നത്? അതെ, സച്ചിയുടെ സുധീരയും കൂടെ മുറിയായിരുന്നല്ലോ അല്ലേ? സുധിയാണെങ്കിൽ ഒളിച്ചോടി പോയി, ആ സമയത്ത് ആ മുറി സച്ചിനും രേവതിയുടെയുമായി, അതിനൊക്കറിയാലോ. അതും കഴിഞ്ഞ് സുധി തിരികെ വന്നപ്പോ സച്ചിയാണല്ലോ ആ മുറി തിരികെ കൊടുത്തത്. അതോ നീ എന്താ മറന്നുപോയോ? ശരിക്കും നോക്കുകയാണെങ്കിൽ ആ മുറിയുടെ അവകാശി സച്ചി തന്നെയാ, എന്നിട്ടും അവർക്ക് വേണ്ടി ഇപ്പൊ അവൻ മാറിക്കിടക്കാണ്, ആ ഒരു നന്ദിയെങ്കിലും കാണിക്കടി എന്ന് പറയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് സുധീര മുറി തന്നെയാ, ഇതേ എന്റെ വീടാ, എനിക്കറിയാം ആർക്കൊക്കെ മുറി കൊടുക്കണമെന്ന്. ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? എങ്കില് എനിക്ക് മുറി വേണ്ട, ഞാൻ ഹാളിൽ കിടന്നോളാം എന്ന് പറയുമ്പോ അവളവിടെ മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. നിന്റെ വീടെന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, നിന്റെ അച്ഛനെ ഈ സ്ഥലം മേടിച്ചെന്നുള്ളത് ശരി തന്നെയാ, ഇതിനകത്തുണ്ടായിരുന്നതേ ഒരു കുടിലായിരുന്നു, അത് ഇത്രത്തോളം വലുതാക്കി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് റെഡിയാക്കിയതേ ഞാനാ, എന്റെ പൈസ മുഴുവനും ഞാൻ ഇവിടെ ഇറക്കിയത്. നിന്റെ വായിന്ന് ഇങ്ങനെ വീഴുന്ന് അന്ന് കരുതിയിരുന്നെങ്കിലേ ഒരിക്കലും ഞാനത് ചെയ്യില്ലായിരുന്നു.
ഞാൻ എൻ്റെ പേരിൽ വേറെ സ്ഥലവും വീട് മേടിച്ചേനെ. അതിനുള്ള കാശ് മുഴുവനും ഞാൻ ഇവിടെ ആണല്ലോ ഇറക്കിയത്. എൻ്റെ 19 ലക്ഷം രൂപയാണ് ഞാൻ ഈ വീടിന് വേണ്ടി ചെലവാക്കിയത്. ശരിയാ, അതൊന്നും ഇപ്പൊ കണക്കിൽ കാണില്ല. നിന്റെ അച്ഛൻ വാങ്ങുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ട് അത് മാത്രമേ വരുവുള്ളൂ. അന്നേ ചിന്തിച്ചിരുന്നെങ്കിലേ ഞാൻ എൻ്റെ പേരിൽ എന്തെങ്കിലും കരുതി വെച്ചേനെ. ഇനിയിപ്പോ ഇവിടുന്ന് ഞാനും എൻ്റെ മക്കളും ഇറങ്ങിപ്പോണമായിരിക്കല്ലേ എന്ന് പറയുമ്പം ചന്ദ്ര പറയാണ്, ഞാൻ അങ്ങനല്ല പറഞ്ഞത്, സച്ചിയുടെ കാര്യം. ഓ, അപ്പൊ സച്ചിൻ രേവതി ഇറങ്ങിപ്പോണോ അല്ലേ? അവരിറങ്ങിപ്പോയാലേ കൂടത്തിൽ ഞാനും കാണും. പിന്നെ നീ നിന്റെ ശ്രുതിമോളും കൂടി സന്തോഷത്തോടെ ജീവിച്ചോ എന്നും അച്ഛൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറിപ്പോവാണ്. എന്ത് പറഞ്ഞാലും അങ്ങേറെ ഒരു സച്ചിൻ രേവതി, ഓ നാശങ്ങള്, 2 എണ്ണം ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയാം കേട്ടോ ചന്ദ്ര. എന്തൊരു അമ്മയല്ലേ, സ്വന്തം മോനാണ് സച്ചി, എങ്കിൽ പോലും അവൻ്റെ യാതൊരു താല്പര്യമില്ല. അവൻ കെട്ടിക്കൊണ്ടുന്ന പെണ്ണിനെയാണെങ്കിലോ അവരുടെ വേലക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ ഉച്ചയാവുകയാണ് കേട്ടോ. ഉച്ചയാവുന്ന സമയത്ത് ചന്ദ്രയാണെങ്കിൽ രവി പറഞ്ഞതുപോലെ എല്ലാം റെഡിയാക്കി ഹാളിൽ കൊണ്ടുവെക്കുന്നുണ്ട്. രവി ചോദിക്കാണ്, അവക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റില്ലെന്ന് അറിയില്ലേ? നിനക്ക് മേളിലോട്ട് കൊണ്ട് കൊടുക്കത്തില്ലേ? എനിക്കങ്ങ് വയ്യ. ഈ വീട്ടിലെ സർവ്വ ജോലിയും ചെയ്ത് എൻ്റെ കാല് നടുവൊക്കെ ഒടിഞ്ഞു. ഇനി സ്റ്റെപ്പ് കയറി ഞാൻ അവക്കോട്ട് കൊടുത്ത് ഊട്ടണമായിരിക്കും അല്ലേ? രവി പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നീ കൊണ്ടുപോയി കൊടുക്കണ്ട. നീ കൊണ്ടുപോയി കൊടുത്താലേ അവൾക്ക് കഴിക്കാനുള്ള മനസ്സുകൂടി മടുപ്പിക്കും. അവിടെ പോയി നീ കുത്തുവാക്ക് പറഞ്ഞിട്ടായിരിക്കും ഈ ഭക്ഷണം എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിയുക. അതുകൊണ്ട് വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം, നിന്റെ സ്വഭാവം എനിക്കറിയാലോ എന്നും പറഞ്ഞിട്ട് രേവതിക്കുള്ള ആഹാരമായിട്ട് രവിയാണെങ്കിൽ നേരെ മുകളിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും രേവതിയോടെ എഴുന്നേറ്റിരിക്കുകയായിരിക്കും കേട്ടോ. മോൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കുമ്പം എഴുന്നേറ്റിച്ചാ കുറച്ചു നേരം ആയി എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും വേണമായിരുന്നോ? അച്ഛനെ വിളിച്ചാൽ പോരായിരുന്നോ? അത് സാറില്ലച്ചെന്ന് പറയുമ്പം, ദേ മോളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ശല്യമാകും, എനിക്ക് ബുദ്ധിമുട്ടാവെന്നും പറഞ്ഞ് എന്നെ വിളിക്കാതിരുന്നേക്കരുത് കേട്ടല്ലോ. സച്ചിയാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയേക്കെ നിന്നെ നോക്കില്ലെന്നങ്ങ് അറിഞ്ഞാലേ നിന്റെ ഭർത്താവിനെ കൊല്ലും എന്ന് പറയുമ്പോൾ, ഒരു കുഴപ്പമില്ലച്ചാ, സാറില്ലെന്ന് പറയുന്നുണ്ട്. ആ മോൾ എന്തായാലും കഴിക്ക് എന്നും പറഞ്ഞിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് രേവതിക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മോള് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ടേ എത്താം, ഞാനും പോയി കഴിക്കട്ടെ, എന്നിട്ട് മോൾക്ക് ബാക്കിയൊക്കെ ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ട് അച്ഛൻ താഴേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും രേവതിയുടെ അമ്മ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോൾ എന്തെടുക്കാൻ ചോദിക്കുമ്പം, ഞാനിപ്പോൾ എഴുന്നേറ്റ് അമ്മേ, അച്ഛൻ അപ്പോഴേക്കും ചോറുമായിട്ട് വന്നു, കഴിക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഉള്ളതാണ് എനിക്കൊരു സമാധാനം. സച്ചിക്കാണെങ്കിൽ ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? അവന് വണ്ടി ഓടിക്കാൻ പോകേണ്ടതല്ലേ? അപ്പോൾ നീ ഒറ്റയ്ക്കായി പോവാന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചു. ഒന്നും സാരമില്ലമ്മേ, രാവിലെ എന്നെ കുളിക്കാനും സഹായിച്ച് എൻ്റെ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ടാ സച്ചിയേട്ടൻ പോയത്. കാപ്പി തന്നിട്ടാ പോയത്. ശേഷം അച്ഛനെ ഏൽപ്പിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. എൻ്റെ ഭാര്യ നോയിക്കോണമെന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞിട്ടാ പോയത്. അച്ഛൻ ദാ എനിക്കിപ്പോ ചോറ് കൊണ്ടു തന്നിട്ട് പോയതേ ഉള്ളൂ. അല്ല മോളെ, ഇനിയിപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ എന്നാ ചെയ്യും? അത് സാരല്ലമ്മേ, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഭിത്തിയെ പിടിച്ചൊക്കെ പോയിക്കോളാം. ചന്ദ്രമിനെ സഹായിക്കില്ലല്ലോ. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, മോൾ ഇങ്ങോട്ടേക്ക് വരാവോ? അമ്മ നോയിക്കോളാലോ, ഇവിടെ ഞാനും ദൈവം ഒക്കെ ഉണ്ടല്ലോ. അമ്മേ, അതൊന്നും സാരമില്ല, സച്ചിയേട്ടൻ എന്നെ അങ്ങനൊന്നും വിടില്ല. ഒരു ദിവസം പോലും ഞാനെല്ലാം നിൽക്കാൻ സച്ചിയേട്ടൻ ആവില്ലമ്മേ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളെ അതുകൊണ്ടല്ല, നിനക്കറിയാലോ നിന്റെ അമ്മായിമ്മയുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോൾ ഇവിടെ വരാണെങ്കിൽ എനിക്ക് ഇച്ചിരി ആശ്വാസമായേനെ. മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മ ഉണ്ടാക്കി തരായിരുന്നു. മോളെ അമ്മ പൊന്നുപോലെ നോക്കില്ലേ എന്ന് ചോദിക്കുമ്പം രേവതി പറയാണ്, അതൊക്കെ എനിക്കറിയാമേ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. സച്ചിയേട്ടൻ എന്തായാലും എന്നെ വിടാൻ പോണില്ല. ഞാൻ അങ്ങനെങ്ങാനും പറഞ്ഞാലേ സച്ചിയേട്ടന് പിന്നെ അത് മതി. ഒരു ദിവസമാണെങ്കിലും ഒരു മാസമാണെങ്കിലും നീ എൻ്റെ അടുത്ത് തന്നെ വേണം. നീ അങ്ങോട്ടേക്ക് പോയാ ഞാനും വരുമെന്ന് പറഞ്ഞിരിക്കുക. മോളെ, അങ്ങനാണെങ്കിൽ സച്ചു കൂടെ വരാൻ പറ, രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിൽക്ക്, 1.5 മാസം മതിയല്ലോ എന്ന് പറയുമ്പം, അത് ശരിയല്ലമ്മേ, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. ഞാനും ദൈവം കൂടി വൈകിട്ട് തന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരാൻ ഓർത്തിരിക്കാം. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മയുടെ വായിന് എന്തായാലും എന്തെങ്കിലുമൊക്കെ കേൾക്കും, ആ ഒരു ഓർമ്മ മനസ്സിൽ വെച്ചിട്ട് വേണം വരാനെന്ന് രേവതി പറയുമ്പോൾ അവർ പറയാണ്, അതൊക്കെ അമ്മയ്ക്കറിയാം, സാരമില്ല, എങ്കിലും ഇങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളിന്ന് കാണാതെ എനിക്കൊരു സമാധാനമില്ല. ദേവും ഇന്നലെ തൊട്ട് പറയാ ചേച്ചിയെ കാണാൻ പോവാന്ന്. പിന്നെ ഞാനാ ഒന്ന് മടിച്ചത്, പിന്നെ ഓർത്തു എന്തിനാ വെറുതെ ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നേ, എനിക്കെൻ്റെ മോളെ കാണണ്ടേ എന്നും പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി പറയാണ്, ശരിയമ്മായെങ്കിൽ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ ആഹാരം കഴിച്ച് കഴിയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ പോയിട്ട് അവളെ കഴിച്ച പാത്രം എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, ഓഹോ അവളുടെ എച്ചി പ്ലേറ്റ് അപ്പം ഞാൻ എടുക്കണോ?
രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം എല്ലാവരും എച്ചിപ്ലേറ്റ് കഴുകിക്കൊണ്ടിരുന്നത് അവളല്ലേ, അപ്പൊ എന്താ ആർക്കും തോന്നിയില്ലെന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയാണ് അവക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. അപ്പോ നിന്റെ യോഗ്യത എന്താ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മറ്റു രണ്ട് മരുമക്കളും കാശുകാരായതുകൊണ്ടാണല്ലോ നീ ഇത്ര ഞകളിക്കുന്നത്. നിനക്കിപ്പോ അവിടെ ഇത്ര സ്നേഹം, നീ എന്തും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ചന്ദ്ര ഇപ്പോ ഒന്നും മിണ്ടുന്നില്ല. പാത്രം എടുക്കാന് ഞാൻ പോയേനെ, പക്ഷെങ്കില് ആ കുട്ടിക്ക് ബാത്റൂമിൽ എല്ലാം പോണെങ്കിൽ നീ സഹായിക്കണ്ടേ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നീ ഒരു അമ്മായിമ്മയല്ലേ, ഒരമ്മയല്ലേ, നിനക്കത് മനസ്സിലാക്കിക്കൂടെ? അവളൊരു പെൺകുട്ടിയല്ലേ, ഒന്ന് പോയി സഹായിച്ചെന്ന് വെച്ചാ ഇപ്പൊ എന്താന്ന് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ നാശം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറിപ്പോവാണ്. ഈ സമയത്ത് രേവതി ആണേല് ആഹാരമൊക്കെ കഴിച്ചിട്ടവിടെ ഇരിക്കുന്നു കേട്ടോ. അവൾക്ക് ബാത്റൂമിൽ പോകണം. അപ്പൊ പതിയെ ഇറങ്ങാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്ര കയറി വരുന്നുണ്ട്. എന്താടി നീ തിന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പം കഴിച്ചു കഴിഞ്ഞമ്മ എന്ന് പറയാണ്. അല്ല നിനക്കിപ്പോ സുഖമാണല്ലോ, കാല് നീട്ടി അങ്ങ് ഇരുന്നാ മതിയല്ലോ, എന്താ സുഖം എന്ന് പറയുമ്പോ അമ്മേ ഇത് വലിയ സുഖമൊന്നും അല്ല, നല്ല വേദനയുണ്ട്, അമ്മയുടെ കാലും പൊട്ടി ഇങ്ങനെ ഇരുന്നു നോക്ക് അപ്പറയെന്ന് പറയാണ്. എന്ത് സംഭവിച്ചാലും നിന്റെ നാക്കിനൊരു കുറവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്തിനാ അമ്മയെ കുറയ്ക്കുന്നേ, അമ്മ ഒട്ടും കുറയ്ക്കുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞോളും, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച് ഇറക്കാൻ കേട്ടോ. അമ്മേ പതിയെ എനിക്ക് കാല് കുത്താൻ വയ്യ എന്ന് പറയുമ്പോ മനഃപൂർവ്വം ചന്ദ്ര പിടിച്ചുകൊണ്ട് സ്പീഡിൽ തന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ്. അമ്മ പിടിക്കണ്ട, ഞാൻ ഭിത്തി പിടിച്ചുകൊണ്ട് ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറയുമ്പോൾ എന്നിട്ട് വേണം നിന്റെ മറ്റേ വന്നിട്ട് എൻ്റെ മെക്കിട്ട് കയറാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രേവതി നേരെ ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വരികയായിരിക്കും. എന്റെ തലയെഴുത്ത് അല്ലാതെ എന്ത് പറയാനാ, നിന്നെ പോലുള്ളൊക്കെ നോക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ. അപ്പോഴേക്കും ചന്ദ്രയോട് രേവതി പറഞ്ഞു കേട്ടോ. അമ്മ ഓർക്കുന്നുണ്ടോ, ഈ കഴിഞ്ഞിടയ്ക്ക് അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോ രാത്രിയിൽ അമ്മ ശ്രുതിയെ വിളിച്ച് കുറെ കരഞ്ഞല്ലോ. ആ സമയത്ത് അമ്മയെ പൊക്കിക്കൊണ്ട് ബാത്റൂമിൽ പോവാന് ആരാ ഉണ്ടായിരുന്നേ? ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതമ്മ മറന്നുപോയോ എന്ന് ചോദിക്കാണ്. ഞാനൊന്നും മറന്നിട്ടില്ലടി എന്നും പറഞ്ഞുകൊണ്ട് അവളെ പെട്ടെന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് ചന്ദ്ര വരുന്നുണ്ട് കേട്ടോ. കൊണ്ടുവന്നിട്ട് അവളെ കട്ടിലെ പതിയെ ഇരുത്താനുള്ളതിന് ചന്ദ്ര പിടിച്ച് ഒറ്റ തള്ളു കൊടുക്കുന്നുണ്ട് കേട്ടോ. രേവതി മറിഞ്ഞ് കടലിലേക്ക് വീഴാണ്. അമ്മയെന്ന് വിളിക്കാണ്. ഈ കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അച്ഛമ്മ രേവതിയെ കാണാനായിട്ട് ഈ വയ്യെന്നുള്ള ഈ ആക്ഷനുള്ള വിവരമൊക്കെ ഈച്ച വിളിച്ച് അച്ഛമ്മയുടെ പറയൂട്ടോ. അങ്ങനെയാണ് അച്ഛമ്മ സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. ഇവിടുന്ന് വേറെ ആരും വിളിച്ച് പറഞ്ഞില്ല, കാരണം അച്ഛമ്മയ്ക്ക് അത് വിഷമാവെന്നും പറഞ്ഞുകൊണ്ടാണ് ആരും പറയാതിരുന്നത്. പക്ഷേ ഈച്ച വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛമ്മ അവിടുന്ന് വന്നതാണ്. വന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച ചന്ദ്രയാണെങ്കിൽ അവളെ പിടിച്ച് കട്ടിലേക്ക് തള്ളുന്നതായിരിക്കും. പിന്നെ പറയണോ, നമ്മുടെ ചന്ദ്രയുടെ കാര്യം ഓക്കെ ആയില്ലേ? അച്ഛമ്മ അങ്ങോട്ട് കയറി വന്നിട്ട് എടി ചന്ദ്രയെന്ന് വിളിക്കാണ്. അയ്യോ അമ്മ എപ്പോ വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ഒറ്റ അടി കർണത്തിട്ട് വീഴുന്നുണ്ട് കേട്ടോ. നീ എന്ത് പണിയാടി കാണിച്ചേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്. ചന്ദ്ര കവളത്ത് കൈയും വെച്ചുകൊണ്ട് അമ്മേ എൻ്റെ കൈ ഒന്ന് തെന്നിപ്പോയതാ, അവൾ അറിയാതെ വീണതാ എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ് രേവതിയോട്, ആണോ രേവതി എന്ന്. അത് പിന്നെ അതേ അച്ഛമ്മന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്റെ അച്ഛമ്മയല്ലേ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് സത്യം മാത്രമാണ് പറയാവുള്ളൂ, കള്ളം പറഞ്ഞവരെ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയുമ്പോഴേക്കും രേവതി പറയാണ്, അച്ഛമ്മയെ ബാത്റൂമിൽ നിന്ന് മനഃപൂർവ്വം വലിച്ചോണ്ട് വരികയായിരുന്നു, മനഃപൂർവ്വം തന്നെ തള്ളി കട്ടലിട്ടതാണ് എന്ന് സത്യം നമ്മുടെ രേവതി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചന്ദ്രന്റെ കാര്യം അറിയാലോ, ആകെ പാടെ കഴിഞ്ഞ് മറിയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ചോദിക്കാണ്, നീ എന്താടേ കരുതിയത്, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നോ? ഈച്ച വിളിച്ച് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ വണ്ടിയെ കയറി ഇങ്ങ് പോയിരുന്നു. ഇവിടുത്തെ ജീവിതം നരകമായിരിക്കുന്നൊക്കെ എനിക്കറിയാം. സച്ചി എന്തായാലും ഓട്ടം പോകുന്നു എനിക്കറിയായിരുന്നു. രേവതിയോട് തനിച്ചാക്കി അവൻ മനസ്സിലായിരിക്കും പോയെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു തള്ളയോടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടല്ലേ അവൻ പോയെന്ന് ചോദിക്കാം കേട്ടോ. ചന്ദ്രയാണെങ്കിൽ കരഞ്ഞോടെ നിൽക്കായിരിക്കും. എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയുണ്ട് കാലിന്, കുഴപ്പമല്ലോ ഉണ്ടോ ചോദിക്കുമ്പം ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല. അല്ല കാലിന്റെ എന്ത് പറഞ്ഞു? ഫ്രാക്ചർ ഉണ്ട്, 6 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്നാ പറഞ്ഞത്, അതുകൊണ്ടാ ഞാനിവിടെ കിടക്കുന്നതെന്ന് പറയുമ്പം അതിനിപ്പോ എന്താ മോളെ ഇവിടെ കിടക്കുന്നതിന് പ്രശ്നം? മോളിവിടെ കിടന്നോ, പിന്നെ ഇന്ന് തൊട്ട് ഞാനും ഉണ്ട് മോളുടെ കൂടെ, ഈ കട്ടിലയിലെ ഞാൻ കിടന്നോളാം, സച്ചി വേണ താഴെ കിടന്നോളും എന്ന് പറയുമ്പം അതൊന്ന് സാര ലക്ഷ്മിന്ന് പറയാണ്. സാരമുണ്ട്, മോളെ നോക്കാൻ വേണ്ടിയാ അച്ഛമ്മ ഇങ്ങോട്ട് വന്നത്, അടുത്ത 6 ആഴ്ചയും മോളുടെ കൂടെ അച്ഛമ്മ കാണുമെന്ന് പറയാണ്. എടുത്ത വായില് ചന്ദ്ര 6 ആഴ്ചയെന്ന് ചോദിക്കാണ്. എന്താടി 6 ആഴ്ച ഞാനിവിടെ നിന്നാ ഒക്കില്ലേ, നിനക്കതാ ഒരു ബുദ്ധിമുട്ട് പോലെ?
അയ്യോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലമ്മേ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പതിയെ എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ. അവളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ലല്ലേ മോളെ? ഏയ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലമ്മേ. എനിക്കറിയാം, നീ അങ്ങനല്ലേ പറയുള്ളൂ. ഈ ചന്ദ്രനെ കാണാൻ ഞാൻ തുടങ്ങിയിട്ടേ 10-32 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ യാതൊരു മാറ്റവും ഇല്ല. രവിയാണെങ്കിലോ സഹിച്ച് മടുത്തു. ഒരു കുടുംബകലഹം ഉണ്ടാകണ്ടെന്നു 3 പിള്ളേരാന്ന് ഓർത്തുവാ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിന്നത്. അല്ലെങ്കിൽ എപ്പോഴേ തല്ലിപ്പിരിഞ്ഞ് പോകേണ്ടവരാ എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട്. മോള് വിഷമിക്കണ്ടാട്ടോ, ഈ അവസ്ഥയിൽ ഒരാൾ കൂടെ വേണം, ഞാൻ കൂടെ ഉണ്ടാവും. നിന്റെ അമ്മ ഇവിടെ നിന്നാല് ഇതിലപ്പുറമായിരിക്കും നിന്റെ അവസ്ഥ. നിന്നെ അങ്ങോട്ടേക്ക് സച്ചി വിടത്തില്ലെന്നും എനിക്കറിയാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാ ഞാൻ കെട്ടുമാടൊക്കെ ആയിട്ട് ഇങ്ങി പോകുന്നത്. നീ എങ്ങാണം ഇവിടെ ഇങ്ങനെ കിടക്കാണേല് ചന്ദ്ര നിന്നെ തല വെറുക്കുന്നൊക്കെ എനിക്കറിയാം. കുത്തുവാക്കുകൾ കൊണ്ട് മോളുടെ മനസ്സിൽ തന്നെ മുരടിപ്പിക്കുമെന്നും എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവീന്ദ്രൻ കയറുകയാണ്. എടാ, നിന്റെ അമ്മാന്ന് പറഞ്ഞെടുത്ത് ജീവനുണ്ടല്ലോ, നിനക്ക് ഇങ്ങനെ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞൂടെ? അമ്മേ, അത് പിന്നെ മനഃപൂർവ്വം പറയാതിരുന്നതാ. അമ്മയ്ക്ക് വിഷമമുണ്ടെന്ന് ഓർത്ത്. പിന്നെ ഇങ്ങനത്തെ കാര്യമൊക്കെയാണ് വിളിച്ച് പറയാതിരിക്കേണ്ടത്. ഇപ്പൊ ഞാൻ വന്നില്ലെങ്കിലേ കാണായിരുന്നു നിന്റെ ഭാര്യ ഇവളെ പിടിച്ച് ഒറ്റ തള്ളു കട്ടിലേക്ക്. അയ്യോ, തള്ളിയിട്ടോ അമ്മേ? അതെ, ഞാൻ വന്നപ്പോളേ ഞാൻ കണ്ടോണ്ടാ കയറി വന്നത്, പിടിച്ച് തള്ളുന്നത്. ഈ അസത്തിനൊക്കെ ആണോടാ നീ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് ചോദിക്കുമ്പം അമ്മ, അത് പിന്നെ മോക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ആവശ്യത്തിന്, അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടതാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി, ഇനി ഞാൻ വന്നല്ലോ, ഞാൻ നോക്കിക്കോളാം ഇവളുടെ കാര്യം. സച്ചി എന്തായാലും ഓട്ടത്തിന് പോവല്ലോ, അപ്പൊ പകൽ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളെ വേണം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. രവീന്ദ്രനെ പറയാണ്, എന്തായാലും അത് നന്നായമ്മേ, ചന്ദ്രനെ നോക്കിക്കോളൂന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവളുടെ മനസ്സിന് തുള്ളി പോലും മാറ്റമില്ല, അവള് നോക്കത്തും ഇല്ല. ഇപ്പൊ തന്നെ ഈ ഒരു നേരം തന്നെ ഈ അവസ്ഥയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഞാനിന്ന് ദേഷ്യപ്പെട്ട ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് തന്നെ. കല്യാണത്തിന് മുന്നേ ഇവരൊക്കെ കല്യാണത്തിന് മുമ്പേ എല്ലാം അവൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നല്ലേ. പക്ഷെ ഇപ്പൊ അവക്ക് പറ്റില്ല. രേവതി ചെയ്ത് അവക്ക് മടി പിടിച്ചു പോയി. ബാക്കി 2 മരുമക്കളെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാലോ അത് അവളെ കൊണ്ട് പറ്റത്തുമില്ല. അവൾക്ക് രേവതി തന്നെ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി തനിയെ ചെയ്യാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടേക്കായിരുന്നു. എന്തായാലും പുള്ളിക്കാരി നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്ന് രവീന്ദ്രനെ പറയാൻ കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, അങ്ങനെ മെയ്യ അനങ്ങാതിരുന്നേ ആരും തിന്നണ്ട, അവളും കുറച്ച് കഷ്ടപ്പെടട്ടെ. രേവതി മോള് രാവിലെ തൊട്ട് വൈകോളം ജോലിക്ക് പോയി കഴിഞ്ഞിട്ടല്ലേ വന്ന് ഓരോന്നൊക്കെ ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് അവൾക്ക് യാതൊരു വിലയില്ലായിരുന്നു. ഈ 6 ആഴ്ച എന്താ അവളുടെ വിലാന്ന് ശരിക്കും നിന്റെ ഭാര്യ ഒന്ന് മനസ്സിലാക്കട്ടടാ എന്ന് തന്നെ അച്ഛമ്മ പറയാൻ കേട്ടോ. അങ്ങനെ അച്ഛമ്മ രേവതിയോട് ചോദിക്കാണ്, ഇതെങ്ങനാ സംഭവിച്ച മോളെ, മോള് എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട്, അച്ഛമ്മേ, ഇത് മനഃപൂർവ്വം ആരോ ചെയ്ത പോലൊക്കെ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഞാൻ സൈഡിൽ കൂടെ ഒതുങ്ങി പതിയെ തന്നെ പോവായിരുന്നു, എപ്പോഴും പോണ പോലെ. ഒരു കാറുകാരൻ വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു. ആളുകളൊക്കെ ഓടിക്കൂടി അവിടെ നിന്നവരാ എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലേ മോളെ, പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചേട്ടൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അടക്കാം അച്ഛമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി നിർബന്ധിക്കാറില്ല, ഇനി പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണ് എന്നും രേവതി പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ പറയാണ്, എന്തായാലും മോള് വിഷമിക്കേണ്ട, ഈ 6 ആഴ്ചയും ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയാണ്. എനിക്കിപ്പോഴാ ഒരു സമാധാനം ആയത്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അച്ഛൻ കൊണ്ട് ചോറ് തന്നു, പിന്നാലെ എന്നെ അമ്മ വന്നിട്ട് പ്ലേറ്റ് എടുക്കാൻ വന്നപ്പോൾ എന്നെ കുറേയൊക്കെ പറഞ്ഞിട്ടാ പോയത്. അമ്മയുടെ സ്വഭാവം അച്ഛമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ അങ്ങ് വിഷമായി. എന്റെ അമ്മ വിളിച്ചതാ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട്, പക്ഷെ സച്ചിയേട്ടൻ എന്നെ വിടില്ല. അതുകൊണ്ടാ സച്ചിയേട്ടനാണെങ്കിലോ ഇവിടെ തന്നെ ഇരുന്നോളാം, ജോലിക്ക് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. ഞാൻ വഴക്ക് പറഞ്ഞു വിട്ടതാ. ഈ മാസം എന്റെയും കൂടെ വരുമാനമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? CC അടയ്ക്കണം, എന്റെ വണ്ടിയുടെ CC, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീട്ടിലേക്ക് പൈസ കൊടുക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബില്ലായി. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ പ്രശ്നത്തിലാ മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മോളില് ഒരു മുറിയും പണിയണ്ടേ എന്ന് ചോദിക്കുമ്പം അച്ഛമ്മ ചോദിക്കാണ്, മുറി പണിയാനോ? എന്താ ഇത്, എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പം, അല്ലച്ചമ്മേ അന്ന് പറഞ്ഞില്ലേ മുകളില് മുറി പണിയണമെന്ന്, അത് ഞാനും സച്ചേട്ടനും തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് പറയുമ്പം, ആഹാ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട്. അതെ, അന്നനാട് കിട്ടുന്നതിന്റെ മിച്ചവും കൊണ്ട് ഞങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ മിനിങ്ങാന്ന് കിട്ടിയ പൈസയ്ക്ക് സച്ചിന് കുറച്ച് കട്ടയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാ ഈ അവസ്ഥ ഉണ്ടായത്. ഇനിയിപ്പോൾ 6 ആഴ്ച എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാശ് പോലും ഉണ്ടാവില്ല. പാവ സച്ചിയുടെ തന്നെ എല്ലാം നോക്കണം. ഞങ്ങളുടെ വീടെന്ന റൂമെന്ന സ്വപ്നം അവിടെ അങ്ങ് ഒതുങ്ങി പോകാൻ തോന്നുന്നു അച്ഛമെന്ന് പറയുമ്പം, അതൊക്കെ നടക്കും, നീ അങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതെ. നിങ്ങൾ 2 പേരും കൂടി അതുപോലെ ആഗ്രഹിച്ചിറങ്ങിയതല്ലേ, മനസ്സുറപ്പിച്ചിറങ്ങിയതല്ലേ, അതുകൊണ്ട് അതൊക്കെ നടക്കുമെന്നും അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് അച്ഛമ്മ പറയാണ്, അല്ല നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ വരണമെന്ന് പറഞ്ഞ് എന്നിപ്പോൾ വിളിച്ചതേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് പേടിയാ, ഇവിടെ വന്നാല് എൻ്റെ അമ്മ ഇവിടുത്തെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും. അമ്മേനും ദേവുനെയും എല്ലാ പ്രാവശ്യം വരുമ്പോഴും വിഷമിപ്പിച്ച് കരയിപ്പിച്ച പറഞ്ഞു വിടാറ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വരാന് ഭയങ്കര മടിയാണെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മ വിളിച്ച് ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. ഞാനുണ്ടല്ലോ, നിന്റെ അമ്മായിമ്മ ഒരക്ഷരം പോലും മിണ്ടില്ല എന്ന് പറയുമ്പം അങ്ങനെ മുത്തശ്ശിയും ഇവളും കൂടി കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. താഴെയാണെങ്കിൽ ചന്ദ്ര ദേഷ്യം പിടിച്ച് അവിടെ പല്ലും കടിച്ചിരിക്കും കേട്ടോ. ഈ തള്ള എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്ത് ഈശ്വര, ഇനി ഇവർക്കൂടി ഞാൻ വെച്ചു വിളമ്പണമല്ലോ. എല്ലാ ജോലിയും എന്റെ തലയിലായി. എങ്ങനെയെങ്കിലും അവളെ പതിയെ ജോലി ചെയ്യിപ്പിക്കാം, ഇവിടെ നിറക്കിടാന്നൊക്കെ ഓർത്തിരുന്നതാ. അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഓർത്താ. ഇനിയിപ്പോ ഈ തള്ള അതിനൊന്നും സമ്മതിക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ വണ്ടി ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കായിരിക്കും. മഹേഷിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോയിട്ടെ, രേവതി വയ്യാണ്ടിരിക്കല്ലേ. അല്ലടാ നിന്റെ അമ്മ നോക്കില്ലേ? അമ്മയോ, നല്ല കാര്യമായി. അവളെ ഇട്ട് ജോലി ഏൽപ്പിക്കായിരുന്ന അത്ര നല്ലത്. അച്ഛനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ വന്നത്. എങ്കിലും അച്ഛനെ കൊണ്ട് അവളെ ബാത്റൂമിലൊന്നും വിടാൻ പറ്റില്ലല്ലോ. അമ്മയോട്ട് അത് ചെയ്യത്തുമില്ല. അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഇത്രയും നേരം ട്രിപ്പായിരുന്നു, പാവം വല്ലാണ്ട് വിഷമിച്ച് കാണും എന്ന് പറയുന്നതാണ് കേട്ടോ. എടാ എങ്കിൽ പിന്നെ നിനക്ക് കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കത്തില്ലെന്ന് ചോദിക്കുമ്പം, എടാ ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷെ ഇപ്പോൾ അവളുടെ വരുമാനം കൂടി ഇല്ലല്ലോ, രണ്ടുപേരും കൂടി ഇല്ലാതെ കാര്യം നീങ്ങി പോയില്ല. അപ്പൊ പിന്നെ അവളുടെയും കൂടി ഇല്ലാതായപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടിലാടാ. എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേ ഇറങ്ങിയതാ. സാരമില്ല, ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാനിന്ന് വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ വീട്ടിലേക്ക് വരികയാണ്. രേവതിന്ന് വിളിച്ചുകൊണ്ട് സച്ചി ഓടിക്കേറുമ്പോൾ കാണുന്നത് അച്ഛമ്മേനെയാണ് കേട്ടോ. എന്റെ അച്ഛമ്മ വന്നോന്ന് ചോദിച്ചുകൊണ്ട് അച്ഛമ്മനെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കാണ്. എടാ വിടറ അങ്ങോട്ട്, നീ ഒന്നും മിണ്ടണ്ട, ഞാൻ എന്റെ പിണക്കാം. എന്റെ സുന്ദരിക്കുട്ടി എന്തിനാ എന്നോട് പിണങ്ങിയിരിക്കുന്നത്? പിന്നല്ലാതെ നീ എന്താ രേവതി മോക്ക് ആക്സിഡന്റ് ആയ കാര്യം എന്നോട് പറയാഞ്ഞേ? എന്റെ അച്ഛമ്മേ, ഞാൻ അറിഞ്ഞപ്പോ തന്നെ ഒത്തിരി വിഷമിച്ചു. പിന്നെ അച്ഛമ്മ കണ്ടറിഞ്ഞ് ഈ വയസ്സിലായ കാലത്ത് അച്ഛൻ വിഷമിപ്പിക്കണ്ടല്ലോ ഓർത്തല്ലേ. എടാ പൊട്ടാ, നീ എന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇവളുടെ അടുത്ത് വേറൊരാളുടെ ആവശ്യമുണ്ടോ? നിനക്ക് ജോലിക്ക് പോകത്തില്ലേ, ഞാനുള്ള നോക്കത്തില്ലെന്ന് ചോദിക്കുമ്പം അത് ശരിയാണല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ഓർത്തേ ഇല്ല. അച്ഛനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ രാവിലെ പോയത്. ആ ഏൽപ്പിച്ചിട്ട് ലക്ഷണമൊക്കെ ഞാൻ കണ്ടു. ഇവിടെ വന്ന് കയറിയപ്പോളേ നിന്റെ തള്ളയുണ്ടല്ലോ, എന്റെ രേവതി മോളെ പിടിച്ച് തള്ളു കയറുന്നു കട്ടിലോട്ട്. ആണ് രേവതി ചോദിച്ചിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛമ്മ കയ്യെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ ചോദിക്കണ്ട, അവക്ക് കണക്കിനുള്ളതേ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആണോ അച്ഛമ്മേ? കാലക്കി. അച്ഛൻ വന്നെങ്കിൽ പിന്നെ എനിക്ക് ഒരു പേടിയില്ല രേവതി, ഞാനിപ്പോ ഹാപ്പിയായി. ഞാനേ പേടിച്ച് വരച്ച് അവിടെ നിന്ന് ഓടി വന്നത്. നിനക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും സഹായത്തിന് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി വരികയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് പറയാണ്. അല്ല അമ്മ നിന്നെ അങ്ങനെയൊക്കെ ചെയ്തോന്ന് ചോദിക്കുമ്പം, രാവിലെ അച്ഛൻ വന്ന് നോക്കിയിട്ടൊക്കെ പോയതാ, ഞാൻ കിടന്ന് ഉറക്കായിരുന്നു. ഉച്ചയ്ക്ക് വന്ന് ആഹാരം തന്നിട്ട് അച്ഛൻ പോയി. തിരിച്ച് എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയെ പറഞ്ഞു വിട്ടതാ. കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അമ്മ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവായിരുന്നു. തിരിച്ചു കൊണ്ടുവന്നിട്ട് കടലിലോട്ട് ഒറ്റ തള്ളായിരുന്നു. അതും കണ്ടോണ്ടാ അച്ഛമ്മ വന്നത്. അച്ഛമ്മയാണേല് അമ്മേനെ അടിച്ചു. ആണോ അച്ഛമ്മേ? അമ്മേനെ അടിച്ചോ? ആ ഒരടി അമ്മയ്ക്ക് ആവശ്യമായിരുന്നു. അച്ഛനും അടിക്കില്ല, ഞങ്ങൾ മക്കൾക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടേ അമ്മ കൊടുത്ത് നന്നായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ എന്തായാലും ഞാനിവിടെ കാണും, അതോർത്ത് നീ പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ താഴേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര അവിടെ ചുമ്മാ ഇരിക്കാതിരിക്കും. അല്ല ഈ വീടൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നേ? നീ ഒന്നും ക്ലീൻ ചെയ്തില്ലേ? ഞാൻ ജോലി എടുത്ത് മടുത്തമ്മേ. രാവിലെ ആഹാരം ഉണ്ടാക്കി ഞാൻ മടുത്തു. ഇതിപ്പോ ഇനി ക്ലീൻ ചെയ്യാന് ഇനി വൈകിട്ടാട്ടെ. വൈകിട്ടോ? മര്യാദക്ക് എണ്ണിച്ച് ജോലി തീർക്കാൻ നോക്ക്. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ആ രേവതി രാവിലെ 5 മണിക്ക് എണീച്ച് 10 മണിയാകുമ്പോൾ ഇവിടുത്തെ എല്ലാ ജോലിയും തീർക്കുന്നതല്ലേ. എന്നിട്ടല്ലേ പൂവിക്കാൻ പോകുന്നത്? വൈകുന്നേരം വന്നിട്ട് വീണ്ടും ജോലി. അത്ര അവള് കഷ്ടപ്പെട്ടുണ്ടെന്നപ്പോളേ നിനക്ക് അതിന്റെ വില അറിയത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് മര്യാദക്ക് എണ്ണിച്ച് ജോലി ചെയ്തോ. ഇനി ഞാനിവിടെ കാണും. നിന്റെ മരുമകളെ ഇത്രയും നാളും നീട്ട് കഷ്ടപ്പെടുത്തുകയും ഭരിക്കുകയൊക്കെ ചെയ്തില്ലേ, അതുപോലെ ഞാനൊന്നും ചെയ്യട്ടെ. എന്റെ മരുമകളെ ഞാനൊന്ന് ഭരിക്കുകയും കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛവ സോഫയിൽ ഇരിക്കാണ്. ആ പിന്നെ ഞാൻ വന്നിട്ട് ഇത്ര നേരമായി, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നീ എനിക്ക് എടുത്തു തന്നോ എന്ന് ചോദിക്കുമ്പം, അയ്യോ അമ്മേ ഞാൻ മറന്നുപോയി, അമ്മ അവിടെ അല്ലായിരുന്നോ? ആ അങ്ങനെ മറക്കൊന്നും വേണ്ട, ഇപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുക്കണം. പുറകെ തന്നെ ചോറും കറികളും എല്ലാം എടുത്തോണ്ട് വാ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാണ്. പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയിട്ട് ചന്ദ്ര ചോറും കറികളും നാരങ്ങ വെള്ളമൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് ചോറൊക്കെ ഉണ്ണാണ്.
പിന്നെ വൈകുന്നേരത്തിന് മോക്ക് കൊടുക്കാൻ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഏത്തക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല നാടൻ ഏത്തന. അതുകൊണ്ട് നല്ല നല്ല ഒന്നാം തരമായിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. ശരി അമ്മേ എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടുന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരു കാര്യം അറിയാവോ? ഇപ്പൊ ഇവിടെ പല്ല് ഒഴിഞ്ഞൊരു സിംഹമുണ്ട്. പല്ല് ഒഴിഞ്ഞൊരു സിംഹം? അതെ അമ്മേ. ഇത്രയും നേരം ഇവിടെ കിരീടം ചൂടിക്കൊണ്ട് രാജാവായി നടക്കായിരുന്നു. ഇപ്പൊ കിരീടമൊക്കെ അടച്ചു വെച്ച് പയ്യെ ഭടനായിട്ട് ദാ പോണു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ കളിയേക്കുമ്പം ചന്ദ്ര തിരിഞ്ഞു നിന്നിട്ട്, തള്ള പോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, നീ പറഞ്ഞ പോലെ അത്ര പെട്ടെന്നൊന്നും ഞാൻ പോണില്ല. രേവതി മോടെ കാല് ശരിയായിട്ട് അവൾ ജോലിക്ക് പോകാൻ തുടങ്ങി കഴിയുമ്പോഴേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മ അവിടുന്ന് രേവതി അടിയിലേക്ക് പോകാതിരിക്കും. ഈ സമയത്ത് സച്ചിൻ രേവതി ഒരുമിച്ച് മുറിയിലിരിക്കുന്ന കണ്ടിട്ട് അച്ഛമ്മ പതിയെ വീണ്ടും മാറിപ്പോയി വേറെ മുറിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും രേവതിയുടെ വീട്ടിൽ നിന്ന് ദേവും അവളുടെ അമ്മയും കൂടി കയറി വരുന്നുണ്ട്. കയ്യിൽ കുറെ പൊതിയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ അവർ കയറി വരുന്നത്. ഇവര് കണ്ട പാടെ ചന്ദ്ര ചോദിക്കാണ്, ഓ അതിനു മുന്നേ അവൾ വിളിച്ചാൽ അറിയിച്ചോ അവൾ വീണെന്ന്? നിങ്ങൾക്ക് നാണമില്ലേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ വലിഞ്ഞു കയറി വരാനായിട്ട്? ആ പിന്നെ ഒരു നല്ല കാര്യമുണ്ട്, വന്നതല്ലേ മോളെ കൂട്ടി അങ്ങ് പൊക്കോ. 6 ആഴ്ചക്ക് അവൾക്ക് റെസ്റ്റാ പറഞ്ഞേക്കുന്നേ. നോക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ, മോളെ കൊണ്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അല്ല, ആരെ കൊണ്ടുവന്ന കാര്യം നീ പറഞ്ഞത്? ഏയ് ഞാനൊന്നും പറഞ്ഞില്ലമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഇവിടെ വലിഞ്ഞു കയറാൻ നാണയില്ലെന്നൊക്കെ ഞാൻ ചോദിക്കുന്ന കേട്ടു. അത് ആരോടാണോ ചോദിച്ചത്? ഇല്ലമ്മേ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ഓ അപ്പൊ എനിക്ക് കേട്ടതായിരിക്കും. മോളെ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വാ. ഇവളെയൊക്കെ നിങ്ങൾ എന്തിനാ മൈൻഡ് ചെയ്യാൻ പോണത്? അങ്ങനെയാ, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോളേ ആ വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൊണ്ടേ ഇരിക്കും, ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഇവരകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, ചായയും പഴംപൊരിയും ഇതുവരെ ആയില്ലേ? ആ അമ്മേ എന്ന് പറയുമ്പോഴേക്കും എടുത്തോണ്ട് വന്ന് ഇവർക്കും കൊടുത്ത് മോളിൽ കൊണ്ട് രേവതി പോക്കും കൊടുത്തിട്ട് വാ എന്ന് പറയുമ്പോഴേക്കും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ അടുക്കളയിലേക്ക് പോവാണ്. അല്ല, ഞങ്ങൾ കാണാൻ വന്നത് അവർക്ക് ബുദ്ധിമുട്ടായോ? ആർക്ക് ബുദ്ധിമുട്ടായെന്ന്? ചന്ദ്രയ്ക്കോ? ഒരിക്കലും ഇല്ല, ഇത് രേവതിയുടെയും കൂടെ വീടാ, അതുകൊണ്ട് നിനക്ക് വരാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പിന്നെ രേവതി മോളെ മോളിലുണ്ട്, ചായ കഴിച്ചിട്ട് മോളിലേക്ക് പോയി കാണാം. അയ്യോ അല്ല, ഞാൻ മോളെ പോയി കാണട്ടെ, എനിക്കൊരു സമാധാനമില്ലാതെ ഇരിക്കായിരുന്നു, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം, ഞാനും ചേച്ചി ഒന്ന് കാണട്ടെ എന്ന് ദേവും പറയുന്നുണ്ട്. ചന്ദ്രേ, എങ്കിലേ അവർക്കുള്ള പഴംപൊരിയും ചായയും കൂടി മോളോട്ടെടുത്തോ, ഞാനും മോളോട്ട് പോവാ, അങ്ങോട്ടേക്ക് വന്നേക്ക് എന്നും പറഞ്ഞിട്ട് അച്ഛമ്മയാണെങ്കിൽ മോളോട്ട് കയറി പോകാതിരിക്കും. ചന്ദ്രനാണെങ്കിൽ ഇറങ്ങി വന്നിട്ട്, ഓ തള്ളരെ ഞാൻ കണ്ടോ, പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഞാൻ കാലൊടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടിയിട്ട് മുകളിലത്തെ മുറിയിലേക്ക് അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പം രേവതിനെ കാണുമ്പോഴേക്കും അമ്മ ചോദിക്കുകയാണ്, എൻ്റെ മോളെ എന്ത് പറ്റിയതായത്? എൻ്റെ മോള് സൂക്ഷിച്ചു പോകണ്ടായിരുന്നു. അമ്മേന് സൂക്ഷിച്ചതൊക്കെയാ. ഒന്നും സാരമില്ല, ഒന്നും പറ്റിയില്ലല്ലോ. അപ്പൊ സച്ചി ഉണ്ടായിരിക്കും കേട്ടോ. ആ നിങ്ങളിരിക്ക്, ഒരു കുഴപ്പമില്ലാമേ, അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ ഇപ്പൊ അച്ഛമ്മ വന്നല്ലോ, അതുകൊണ്ട് രേവതിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ ഒന്നും വേണ്ട. രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ഞാൻ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മോളോട് ചോദിച്ചപ്പോഴും ഇവിടെ അച്ഛനും അമ്മയും ഉള്ളൂന്നാ പറഞ്ഞത്, അതുകൊണ്ട് ആകെപ്പാടെ ഞാൻ വിഷമത്തിലായിരുന്നു. മോളുടെ കാര്യമൊക്കെ അവതാളത്തിലാവല്ലോ എന്ന് ഓർത്തു വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് ഞാൻ മോളോട് പറഞ്ഞതാ. സച്ചി വിടില്ലെന്നാ മോള് പറഞ്ഞത്. അത് ശരിയാമേ, ഒരു ദിവസം പോലും രേവതിയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ഇപ്പൊ എനിക്ക് ആകെപ്പാടുള്ള തണല് ആ രേവതിയാ. അവള് പോയാൽ പിന്നെ ഞാൻ ആകെപ്പാടെ വിഷമത്തിലാവും, അതുകൊണ്ടാ. പക്ഷെ എന്തായാലും ഇപ്പൊ അച്ഛമ്മ വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനമായെന്ന് പറയുമ്പം രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അതാ എൻ്റെ ആശ്വാസം. മുത്തശ്ശി ഇങ്ങോട്ടേക്ക്, അമ്മ ഇങ്ങോട്ടേക്ക് വന്നല്ലോ, അതിന് വലിയ കാര്യം. എൻ്റെ മോളെ നോക്കാനായിട്ട് വന്നല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. വീട്ടിലേക്ക് സച്ചി വിടത്തുമില്ല, ഇവിടെ വന്ന് എനിക്ക് നോക്കാനും പറ്റില്ല. ആകെപ്പാടെ എൻ്റെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായെന്ന് പറയുമ്പം അച്ഛമ്മ പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. ചന്ദ്ര ഒരു വാക്ക് പോലും മോളെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളുടെ കാല് ശരിയായിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ എന്നും അച്ഛമ്മ പറയാൻ കേട്ടോ. അങ്ങനെ അച്ഛമ്മേനെ നോക്കാനായിട്ട് രേവതി നോക്കാനായിട്ട് നമ്മുടെ അച്ഛമ്മ നിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പീരീഡ് രേവതിക്ക് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഏത്തക്ക പോലെയും അതുപോലെ തന്നെ ചായയൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറി വരുവാണ്. ചന്ദ്ര എന്തായാലും ഇക്ഷ എണ്ണ വരയ്ക്കാൻ പോകട്ടെ. 6 ആഴ്ച നമ്മുടെ രേവതിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, മരുമക്കളും ചെയ്യില്ല, ബാക്കി ആരും ചെയ്തു കൊടുക്കില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ വീട്ടിലെ പണി എന്താണെന്നും രേവതിയുടെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് അറിയാൻ പോവാണ് കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.